നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഏപ്രിൽ മുതൽ 2026 വരെയുള്ള വിഷുഫലം എന്താണ്, മകയിരം നക്ഷത്രക്കാരുടേത് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. മീനശനി ഇടവ വ്യാഴം 1200 മീനമാസം 30 ഞായറാഴ്ച ഉദയാദി 50 നാഴിക 20 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രവും കൃഷ്ണപക്ഷ പ്രതിപദ തിഥിയിൽ പന്നിക്കരണവും വജ്രനാമ നിത്യയോഗവും കൂടിയ ദിവസം തുലാക്കൂറിൽ മകരലഗ്നത്തിലാണ് പൃഥിവീഭൂതത്തിൽ ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത്. അപ്പോൾ മകര നക്ഷത്രക്കാർക്ക് ഈ വർഷം സാമ്പത്തികമായിരിക്കുന്ന വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനാണ് യോഗം കാണുന്നത്. അതായത് 14 രൂപ വരുമാനമുണ്ടെങ്കിൽ 8 രൂപ മാത്രം ചിലവ് വരാൻ യോഗമുള്ള ഒരു വർഷമാണ്. അപ്പോൾ ഈ വിഷുഫലപ്രകാരം അനുകൂലമായിരിക്കുന്ന സാമ്പത്തിക വർധനവിന് യോഗം കാണുന്നുണ്ട്. എന്നാൽ ശൂല ഷൾക്ക ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് അന്ത്യശൂലമാണ്. അന്ത്യശൂലമായത് കാരണം കൊണ്ട് തന്നെ വിഷഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിഷഭയം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അശുദ്ധി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ നമ്മൾ കഴിക്കുന്ന ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡിൻ്റെയൊക്കെ ഒരു അവസ്ഥ കാരണം കൊണ്ട് ഈ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുള്ള അത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഭക്ഷണത്തിലൊക്കെ. അതുപോലെ തന്നെ ആയുധഭയമുണ്ട്. ആയുധഭയം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ തന്നെ പ്രവർത്തിയെടുക്കുമ്പോൾ കൈമുറിയെ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും വിഷമങ്ങൾ വരാൻ യോഗമുള്ളൊരു വർഷമാണ്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ ശാരീരികമായിട്ട് എന്തെങ്കിലും രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുള്ള സമയമാണ്. അതും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതേപോലെ തന്നെയാണ് ഇപ്പം വീട്ടിൽ വളർത്തുന്ന പട്ടി, പൂച്ച മുതലായിട്ടുള്ള നാൽക്കാലികളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും മാന്തുക, കടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നാൽക്കാലി ഭയമുള്ള ഒരു വർഷം കൂടിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് ദോഷഫലങ്ങളുണ്ട്. ശാരീരികമായിട്ടുള്ള രോഗങ്ങളൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ള രീതിയിൽ സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിലും ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ നല്ല ഉയർച്ചയും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാനായിട്ടുള്ള യോഗം നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതിൽ തന്നെ മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണം വർദ്ധിക്കാനും മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് കുറച്ച് ദോഷം ഉണ്ടാകുകയും ചെയ്യുന്നത് കാരണം കൊണ്ട് കുറച്ച് പ്രാർത്ഥന, വഴിപാട് എന്നിവയൊക്കെ ഈ മിഥുനക്കൂറുകാർ ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.